നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ദേശമംഗലത്ത് വയോധികൻ വെട്ടേറ്റ് മരിച്ചു. കൊല്ലപ്പെട്ടത് വാളേരിപ്പടി വീട്ടിൽ അയ്യപ്പൻ. സംഭവത്തിൽ പേരക്കുട്ടി 28 വയസ്സുള്ള രാഹുൽ പോലീസ് കസ്റ്റഡിയിൽ. രാഹുൽ മാനസികാസ്വാസ്ഥ്യമുള്ള വ്യക്തിയെന്ന് പോലീസ്. ഭാരതപ്പുഴയിലെ വാണിയംകുളം മാന്നന്നൂർ ഉരുക്ക് തടയണ പുനർനിർമ്മാണം അടുത്ത മഴക്കാലത്തിന് മുൻപ് പൂർത്തിയാക്കുമെന്ന് പി മമ്മിക്കുട്ടി MLA. നിർമ്മാണം പൂർത്തിയാക്കാൻ കൂടുതൽ തുക ആവശ്യമായി വന്നാൽ ഫണ്ട് കണ്ടെത്താൻ ഇടപെടൽ നടത്തും. ജനപ്രതിനിധികളും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. വയനാട് ദുരന്തബാധിതർക്ക് ഒറ്റപ്പാലം നഗരസഭയുടെ കൈത്താങ്ങ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 25 ലക്ഷം രൂപ ജില്ലാ കളക്ടർക്ക് കൈമാറി. വയനാട് ദുരന്തബാധിതരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണയുമായി ആനപ്രേമികളും. പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് ഭക്തിസാന്ദ്രമായി ഗുരുവായൂരിൽ ഇല്ലം നിറ ചടങ്ങുകൾ നടന്നത് രാവിലെ 6:18 മുതൽ 7:54 വരെയുള്ള മുഹൂർത്തത്തിൽ. പൂജിച്ച കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. ഗുരുവായൂരിൽ തൃപ്പുത്തരി ഓഗസ്റ്റ് 28-ന്. വാർത്തകൾ വിശദമായി. ദേശമംഗലത്ത് വയോധികനെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം എസ്റ്റേറ്റ് പടിക്ക് സമീപം താമസിക്കുന്ന വാളേരിപ്പടി വീട്ടിൽ 76 വയസ്സുള്ള അയ്യപ്പനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ മകളുടെ മകൻ 28 വയസ്സുള്ള രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശമംഗലം എസ്റ്റേറ്റ് പടിയിൽ ഞായറാഴ്ച രാവിലെ 9:30-ഓടെയാണ് സംഭവം. മാനസികാസ്വാസ്ഥ്യമുള്ള രാഹുൽ ചികിത്സയ്ക്ക് ശേഷം ഞായറാഴ്ച രാവിലെയാണ് മടങ്ങിയെത്തിയതെന്നും തുടർന്ന് അയ്യപ്പനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ചെറുതുരുത്തി പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വിരലടയാള വിദഗ്ധരും ഉന്നത വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. വിവരമറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവും വാർഡ് പ്രതിനിധികളും സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. മരിച്ച അയ്യപ്പേട്ടൻ്റെ മകളുടെ മകനാണ് ചെയ്തിട്ടുള്ളത്. അവന് മാനസിക രോഗിയാണെന്നാണ് പറയുന്നത്. കാലത്ത് അയ്യപ്പേട്ടനും ഭാര്യയും എല്ലാവരും കൂടി അവന് കഴിക്കാനുള്ള ഭക്ഷണം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളതാണ്. അതിനിടയിലാണ് കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭാരതപ്പുഴയിലെ വാണിയംകുളം മാന്നന്നൂർ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം അടുത്ത മഴക്കാലത്തിന് മുൻപ് പൂർത്തിയാക്കുമെന്ന് പി മമ്മിക്കുട്ടി MLA. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കൊപ്പം സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MLA. ഭാരതപ്പുഴയിൽ വാണിയംകുളം മാന്നന്നൂരിൽ നിർമ്മാണം നടക്കുന്നതിനിടെ തകർന്നു വീണ സംരക്ഷണ ഭിത്തിയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നേരിട്ട് കാണുന്നതിനായാണ് തിരുവനന്തപുരത്തു നിന്നുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത്. പി മമ്മിക്കുട്ടി MLAയും ഉദ്യോഗസ്ഥർക്കൊപ്പമുണ്ടായിരുന്നു. വർക്ക് നടന്നു വരികയായിരുന്നു. ഇത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഡൈവേർഷൻ ഒരുപക്ഷെ ഒഴിവായി കിട്ടിയേനെ. വർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സ്പീഡിൽ ഈ വർക്ക് ചെയ്തു വന്നതാണ്. കാരണം 2 സീസണെങ്കിലും ഒരു ഇങ്ങനെയുള്ള വർക്ക് പൂർത്തിയാക്കാൻ, ഒരു സീസൺ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചു. പക്ഷെ ഒരു 2 ആഴ്ചയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. എങ്കിൽ പോലും അറിയാമല്ലോ, 2018 പോലുള്ള ഒരു പ്രളയമാണ് വന്നത്. അതും വളരെ ചെറിയൊരു സമയം കൊണ്ട്. അപ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചത്. പുഴയിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിന് ശക്തി കൂടിയതാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണമായത്. നിർമ്മാണങ്ങളും തുടർ പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥർ MLAയുമായി ചർച്ച ചെയ്തു. വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞാൽ പുനർനിർമ്മാണം ആരംഭിക്കും. സംരക്ഷണ ഭിത്തി കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി പദ്ധതിയിൽ പുനഃക്രമീകരണം നടത്തുമെന്നും ഉരുക്ക് തടയണയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നിലവിൽ അനുവദിച്ച തുകയിൽ കൂടുതൽ ആവശ്യമായി വന്നാൽ അതിന് വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും MLA പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വെള്ളക്കുത്താണ് വന്നത്. അപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉരുക്ക് തടയണയുടെ ചില ഭാഗങ്ങൾ, പാർശ്വവൃത്തികൾ, അതിൻ്റെ ഭാഗമായിട്ട് ഡാമേജ്, വെള്ളം ഒന്നിച്ച് കുത്തൊഴുക്ക് കൂടി പോയതിൻ്റെ. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ തിരുവനന്തപുരത്ത് കിഡ്കിൻ്റെ CEO ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഈ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്ത് വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പിന്നെ മുമ്പ് ആ പ്രളയത്തിൻ്റെ ഇടയിൽ നമ്മളൊന്ന് വന്നു, അന്ന് ഇങ്ങോട്ട് വന്നില്ല. ആ പ്ലാറ്റ്ഫോമിൽ, അതെ, റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർബ്രിഡ്ജിൽ നിന്നിട്ടാണ് ഞങ്ങളത് കണ്ടുപോയത്.
അപ്പോൾ അതുകൂടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട കിഡ്കിൻ്റെ CEO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ സൈറ്റ് ഒന്ന് സന്ദർശിക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്ന് രാവിലെയാണ് വിളിച്ചു പറഞ്ഞത് അവർ ഇന്ന് വരുന്നുണ്ട് എന്ന്. അപ്പോൾ ആയിക്കോട്ടെ, സൈറ്റ് കാണാം എന്ന നിലക്കാണ് ഇപ്പോൾ ആ സൈറ്റ് കാണിച്ച് ഇവരെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകും. അടുത്ത മഴക്കാലത്തിനു മുമ്പ് പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നും ഫണ്ടിൻ്റെ പരിമിതി പരിശോധിക്കുമെന്നും CEO S. തിലകൻ പറഞ്ഞു. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ TG ശാലിനി, സുജിത് P. രാജ്, GM ജോസഫ് സ്കറിയ, DGM CA ജമാലുദ്ദീൻ, പ്രൊജക്ട് കോർഡിനേറ്റർ ലഖാൻ മുരാരി, പ്രൊജക്ട് എഞ്ചിനീയർ P. റഹാരീസ്, K. കൃഷ്ണകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലക്കിടിപ്പെരൂർ ഗ്രാമപഞ്ചായത്തിലെ അതിർക്കാട് പാലക്കുറിശിപ്പറമ്പ് റോഡ് നാടിന് സമർപ്പിച്ചു. പ്രേംകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം പ്രേംകുമാർ MLA നിർവഹിച്ചു. ഉദ്ഘാടനമാണ്. അപ്പോൾ നമ്മുടെ നാടിനെ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ റോഡ് വികസനത്തിന് വലിയ പങ്കുണ്ട്. ഇന്നലെ ജീവിച്ചതിനേക്കാൾ നന്നായി ജീവിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. അത്തരം സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ് നാടിനെ സംബന്ധിച്ച്, നമ്മെ സംബന്ധിച്ച് വികസനം എന്ന് പറയുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി. പഞ്ചായത്തിലെ 6, 7, 8 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ്, വൈസ് പ്രസിഡന്റ് A. നസ്രീൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P. വിജയകുമാർ, K. ഹരി, K. സുമ, P. K. പ്രമോദ്, R. രത്നം, K. സന്തോഷ് കുമാർ, AE സബ്ന തുടങ്ങിയവർ സംസാരിച്ചു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് ഓവർസിയർ സുദർശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 7ാം വാർഡ് മെമ്പർ സുജിനി സ്വാഗതവും PV ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയനാട് ദുരന്തബാധിതർക്ക് ഒറ്റപ്പാലം നഗരസഭയുടെ കൈത്താങ്ങ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള നഗരസഭയുടെ ധനസഹായം ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപയാണ് ഒറ്റപ്പാലം നഗരസഭ നൽകിയത്. ചെക്ക് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവിയിൽ നിന്ന് ഏറ്റുവാങ്ങി. നമ്മുടെ ജില്ലയിലെ വിവിധ തലങ്ങളിലുള്ള ജനങ്ങൾ വളരെ സന്തോഷത്തോടെ അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു തുക മാറ്റിവെച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ ജില്ല എന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളം പോലെയോ മറ്റ് നഗരപ്രദേശങ്ങൾ പോലെയോ ഒരുപാട് ധനികരൊന്നും താമസിക്കുന്ന സ്ഥലമല്ല. പലപ്പോഴും കളക്ടർ എന്നുള്ള നിലയിൽ ഓഫീസിലിരിക്കുമ്പോൾ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങളാണ് കാണാറ്. കാരണം അവർക്ക് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പലരും അതിൽ നിന്ന് മിച്ചം പിടിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കായിട്ട് മാറ്റിവെച്ച തുകയിലെ ഒരു ഭാഗം യാതൊരു മടിയും കൂടാതെ ചെറുതെങ്കിലും ചെറുത് എന്നുള്ള നിലയിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിക്കുന്നത്, അത് കൊണ്ടുവന്ന് തരുന്നത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പല മുഹൂർത്തങ്ങളുമാണ്. നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ K. അബ്ദുൽ നാസർ, സുനീറ മുജീബ്, T. ലത, നഗരസഭാ സെക്രട്ടറി AS. പ്രദീപ്, എഞ്ചിനീയർ T. ജയപ്രകാശ്, കൗൺസിലർമാർ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വയനാട് ദുരന്തബാധിതരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണയുമായി ആന ഫാൻസും. കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകരുടെ കൂട്ടായ്മയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. കഴിഞ്ഞ 13 വർഷമായി കൊമ്പന്മാരായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ദേവിദാസനും ഒപ്പം കറങ്ങുന്ന ഒരു സംഘം ഫാൻസുണ്ട്. ഇവർ ശ്രീരാമജയം എന്ന പേരിലുള്ള ആരാധക വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇവർക്ക് ഫാൻസ് അസോസിയേഷൻ എന്ന പേര് വന്നത് കുറച്ച് ദിവസം മുമ്പാണ്. ശ്രീരാമജയം എന്ന പേരിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യത്തെ ആന ഫാൻസ് അസോസിയേഷൻ്റെ ആദ്യ പരിപാടി വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള കൈത്താങ്ങായി മാറി. ഇപ്പോൾ അടുത്താണ് അവരൊരു ആദ്യമായിട്ട് തന്നെ ഒരു ഫാൻസ് അസോസിയേഷൻ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഉദ്ദേശത്തോടു കൂടിയിട്ട് ഫാൻസ് അസോസിയേഷനായിട്ട് ഇപ്പോൾ ശ്രീരാമജയം തെച്ചിക്കോട്ടാവ് രാമേന്ദ്രൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യുകയുണ്ടായത്. ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സംരംഭം എന്ന നിലയ്ക്ക് ഇവർ വയനാട് ഉരുൾപൊട്ടിയ സമയത്ത് തന്നെ വടകര വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടാവുകയും അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഒരു ഫാം നശിച്ചതായി അറിഞ്ഞതായിട്ട് അവിടുത്തെ ആളുകളെ അറിയിച്ചതിനെ തുടർന്ന്
ആ ഫാമിലെ മറ്റു മൃഗങ്ങൾക്ക് ഒരു ഭക്ഷ്യസാധനങ്ങളും ചെറിയൊരു പൈസ സഹായമായിട്ട് 40,000 സഹായം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇവർ ആദ്യ സംരംഭം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ 1,01,000 രൂപ സമാഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റേ രാമചന്ദ്രൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,01,000 രൂപയാണ് കൂട്ടായ്മ സംഭാവന ചെയ്തത്. ചെക്ക വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിക്ക് കൈമാറി. ഇവിടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ അവർ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നേരത്തെയും ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. 1,01,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ സംഭാവനയായി നൽകിക്കഴിഞ്ഞു. ഗവൺമെൻറ്റിന് വേണ്ടി അത് ഏറ്റെടുക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് ശക്തിപ്പെടുത്താൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോഴും പ്രളയകാലത്തും 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഈ കൂട്ടായ്മ സമാഹരിച്ച് നൽകിയിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് 2019 പ്രളയം ഉണ്ടായ സമയത്ത് വയനാട് ഉരുൾപൊട്ടിയപ്പോൾ ഇതേപോലെ തന്നെ അന്നത്തെ രാമചന്ദ്രൻ്റെ വണ്ടിയിൽ അവർ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഏകദേശം ഒരു 3.5-4 ലക്ഷം രൂപയുടെ ഭക്ഷണ സാധനങ്ങൾ സ്വരൂപിച്ച് അവിടേക്കൊരു സഹായം പോലെ നൽകുകയുണ്ടായി. കേരളത്തിലെ പ്രശസ്തനായ ആനയുടെ ആരാധകർ സേവനപാതയിലും തലയെടുപ്പോടെ മുന്നേറുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ പതിവായി ഉണ്ടാകുന്ന വൈദ്യുത തടസ്സത്തിന് പരിഹാരമാവുന്നു. മേഖലയിലെ വൈദ്യുത പ്രതിസന്ധി പരിഹരിക്കുന്നതിനായുള്ള നടപടിക്ക് തുടക്കമായി. 80 ലക്ഷം രൂപ ചിലവിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. പദ്ധതി അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. പ്രവൃത്തിയുടെ ഭാഗമായി മണ്ണൂർ മുതൽ കൊട്ടക്കുന്ന് വരെ കവചിത കമ്പി ഉപയോഗിച്ച് 11 kV വൈദ്യുതി ലൈൻ വലിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. ഈ വൈദ്യുതി ലൈൻ നിലവിൽ വന്നാൽ അമ്പലപ്പാറ, കഴമ്പടിപ്പുറം പ്രദേശങ്ങളിലേക്ക് പ്രത്യേക ലൈനും മണ്ണൂരിന് മാത്രമായി ഒരു വൈദ്യുത ലൈനുമായി മാറും. ഇതോടെ മണ്ണൂർ മേഖലയിലെ വൈദ്യുത തടസ്സങ്ങൾക്കും പരിഹാരമാകും. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചതോടെയാണ് പ്രവൃത്തികൾക്ക് വേഗത്തിൽ തുടക്കമായത്. KCB അവരുടെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് സാങ്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമാണ്. ഇവിടുന്ന് കത്തിരിപ്പാല ഫീഡറിൽ നിന്ന് വരുന്ന കറണ്ട് മറ്റ് തരത്തിലുള്ള ഇൻട്രപ്ഷൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ലഭ്യമാകുന്നത് നേരെ പോകുന്ന അമ്പലപ്പാറയിലേക്കാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ചെറിയ പ്രയാസം ഉണ്ടെങ്കിൽ ഈ വഴി പൂർണ്ണമായിട്ടും കറണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലാതാവുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ തടസ്സം ഉണ്ടാവുന്ന അവസ്ഥയാണ്. അപ്പം അങ്ങനെ ദീർഘകാലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി തുടങ്ങി വെച്ചിട്ടുള്ളത്. മണ്ണൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലും മേഖലയിലെ വൈദ്യുത പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് MLAക്ക് നിവേദനം നൽകിയിരുന്നു. 20 ദിവസം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് AE പ്രേംകുമാർ അറിയിച്ചു. ഇത്തരം ഒരു ഫണ്ട് 20 ലക്ഷം രൂപ വരുന്ന ഒരു ഫണ്ട് ദ്വിതീയ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡ് അനുമതി നൽകിയിരിക്കുന്നു. അപ്പോൾ അത് ബഹുമാനപ്പെട്ട MLA നിയോജകമണ്ഡലം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും അതിൻ്റെ ഫലമായി അതിന് തുടർച്ചയായിട്ട് അതിൻ്റെ പിന്നാലെയുള്ള ഒരു ഫോളോ അപ്പ് നടത്തുന്നത് വഴിയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നേടിയെടുക്കാൻ ആയത്. അത് ഈ പദ്ധതി ദ്രുതഗതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും KSBയുടെ ഭാഗത്ത്. വരും ദിവസങ്ങളിൽ പ്രവൃത്തി നടക്കുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടും. പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷയായി. AE പ്രേംകുമാർ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്, TR ശശി, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ. രാവിലെ 6:18 മുതൽ 7:54 വരെയുള്ള മുഹൂർത്തത്തിൽ കൊടിമര ചുവട്ടിലാണ് ചടങ്ങ് നടന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് ദർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആദ്യ കൊയ്ത്തിൻ്റെ നെല്ല് ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായ ചടങ്ങിനുള്ള കതിർക്കറ്റകൾ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു. അഴീക്കൽ മനയം പാരമ്പര്യ അവകാശി കുടുംബാംഗങ്ങളാണ് കതിർക്കറ്റകൾ കിഴക്കേ ഗോപുരത്തിന് സമീപം എത്തിച്ചത്. പുലർച്ചെ ഗോപുര കവാടത്തിൽ അരിമാവണിഞ്ഞ് നാക്കില വെച്ചതിൽ സമർപ്പിച്ച ശേഷം കീഴ്ശാന്തി നമ്പൂതിരി തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ വരിവരിയായി കതിർക്കറ്റകൾ സമർപ്പിച്ച ശേഷം
ക്ഷേത്രം മേൽശാന്തി സർവൈശ്വര്യ പൂജയും ലക്ഷ്മി പൂജയും നടത്തി. കതിരുകളിൽ ഒരു പിടി പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്ത് ചാർത്തി. പൂജിച്ച കതിർക്കറ്റകൾ ഭക്തർക്ക് പ്രസാദമായി നൽകിയതോടെ ചടങ്ങുകൾക്ക് സമാപനമായി. ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി ഓഗസ്റ്റ് 28 നടക്കും. രാവിലെ 9:35 മുതൽ 11:40 വരെയുള്ള മുഹൂർത്തത്തിലാണ് തൃപ്പുത്തരി. പുന്നെല്ലിൻ്റെ അരി കൊണ്ടുള്ള പായസവും അപ്പവും ശ്രീ ഗുരുവായൂരപ്പന് നേദിക്കും. അന്നേ ദിവസത്തെ വിശേഷ പുത്തരി പായസം പ്രധാനമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ മഞ്ഞക്കാട് കൊങ്കുന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് പൂജിച്ച നെൽക്കതിരുകൾ വിതരണം ചെയ്തു. ക്ഷേത്രം മേൽശാന്തി രാജേന്ദ്രയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇല്ലം നിറ ചടങ്ങുകൾ നടന്നത്. ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 10 മണിവരെയായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. മഞ്ഞക്കാട് കോങ്കുന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ വർഷം തോറും ഇല്ലം നിറ നടത്തിവരാറുണ്ട്. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് പൂജിച്ച നെൽക്കതിരുകൾ വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളത്ത് കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. ഭക്ഷണം, പോഷണം, ആരോഗ്യം, ശുചിത്വം എന്ന സന്ദേശവുമായാണ് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ 20 യൂണിറ്റുകൾ പങ്കെടുത്തു. 30-ലേറെ വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. പി മമ്മിക്കുട്ടി MLA ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പഴം കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പലഹാരങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും പഠിപ്പിക്കാനും കഴിയുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. കുടുംബശ്രീ സംവിധാനം നമ്മുടെ സമൂഹത്തിൽ വലിയ സ്വാധീനവും അതുപോലെ തന്നെ മാറ്റങ്ങളും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് നമ്മുടെ കുടുംബശ്രീ സംവിധാനം മുന്നോട്ട് പോകുന്നത്. എല്ലാ മേഖലയിലും തങ്ങൾക്ക് ഇടപെടാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. TR അംബിക സ്വാഗതം പറഞ്ഞു. DTM S ഗ്രീഷ്മ, R ബിന്ദു, K ഭാസ്കരൻ, P മുഹമ്മദ് ഷമീർ, P മല്ലിക, രേഷ്മ, K ശ്രീവിദ്യ, R രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ബാലസംഘം പട്ടാമ്പി ഏരിയ സമ്മേളനം നടന്നു. ഏരിയ സമ്മേളനം ബാലസംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഖില നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ അതിനെപ്പറ്റി കേട്ടിട്ടാവില്ലേ ഉറക്കാവാം. കുട്ടികളുടെ സംഘം ഒരു പിടിക്കോ പറഞ്ഞു. വേറെ എന്തെങ്കിലും അഭിപ്രായമുള്ള ആളുകളുണ്ടോ? ഉണ്ടോ? ഇവിടെ എന്തോ പറയാം. വേറെ അഭിപ്രായമുള്ള ആളുകളുണ്ടോ? ഓങ്ങല്ലൂർ EMS ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് ഋതുജ അധ്യക്ഷയായി. ബാലസംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി F ജീവൻ സംഘടനാ റിപ്പോർട്ടും ബാലസംഘം ഏരിയ സെക്രട്ടറി P മുഹമ്മദ് ഷിയാസ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബാലസംഘം സംസ്ഥാന കൺവീനർ TK നാരായണദാസ്, ഗോപാലകൃഷ്ണൻ, NP വിനയകുമാർ, AM നാരായണൻ, TV രജീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് K അശ്വതി, ജില്ലാ അക്കാദമിക് കൺവീനർ രാകേഷ്, ജില്ലാ കോർഡിനേറ്റർ K പ്രേംജിത്ത്, ബാലസംഘം ഏരിയ കൺവീനർ TV ഗിരീഷ്, ജില്ലാ കമ്മിറ്റി അംഗം PP സുബ്രഹ്മണ്യൻ, ഏരിയ കോർഡിനേറ്റർ പ്രജീഷ് പള്ളിപ്പുറത്ത്, AN നീരജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നാട്ടുചന്ത സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. കേൾവി കേട്ട ചന്തയുടെ നാട്ടിൽ കുടുംബശ്രീ CDS ഒരുക്കിയ നാട്ടുചന്ത ഏറെ ശ്രദ്ധേയമായി. പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. VP സിന്ധു, കൃഷി ഓഫീസർ C സായി പാർവതി, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ, CDS ചെയർപേഴ്സൺ TR അംബിക തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിന് സമാപനമായി. കഴിഞ്ഞ ദിവസം നടന്ന ശ്രീരാമ പട്ടാഭിഷേകത്തോടെയാണ് ക്ഷേത്രത്തിലെ രാമായണ മാസാചരണ പരിപാടികൾ സമാപിച്ചത്.
ക്ഷേത്രത്തിൽ ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 16 വരെയാണ് രാമായണ പാരായണം നടന്നത്. നഗരിപുരം ശ്യാംസുന്ദറിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ 1 മാസത്തോളം രാമായണ പാരായണം നടന്നത്. രാമായണ പാരായണത്തിന്റെ സമാപന ദിവസം ദീപാരാധന, ചുറ്റുവിളക്ക്, പ്രസാദ വിതരണം എന്നിവ നടന്നു. രാമായണ പാരായണത്തിന് നേതൃത്വം നൽകിയ ശ്യാംസുന്ദറിനെ മേൽശാന്തി സുരേഷ് പൊന്നാട നൽകി ആദരിച്ചു. സമാപന ദിവസം നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സഹകരിച്ച എല്ലാവർക്കും ക്ഷേത്രം മേൽശാന്തി സുരേഷ് നന്ദി രേഖപ്പെടുത്തി. കഴിഞ്ഞ 3 വർഷമായി രാമായണ പാരായണം വളരെ നല്ല രീതിയിൽ തന്നെ ക്ഷേത്രത്തിൽ നടത്താൻ കഴിഞ്ഞു. വരും കാലങ്ങളിൽ ഇതിലും നല്ല ഗംഭീരമായി തന്നെ രാമായണ പാരായണം നടത്താൻ സാധിക്കട്ടെ എന്ന് ദൈവയുടെ നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഈ പങ്കെടുത്ത എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ 32 ദിവസമായി നീണ്ടുനിന്ന രാമായണ പാരായണത്തിന് നേതൃത്വം നൽകിയ ഈ ശ്യാംസുന്ദർ നഗരിപ്പുറം അദ്ദേഹത്തോടും അതോടെ സഹകരിച്ച കനകമണിയോടും അതോടെ വന്ന എല്ലാ ഭക്തജനങ്ങളോടും ക്ഷേത്രത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ആദ്യമായി തന്നെ നന്ദി രേഖപ്പെടുത്തുകയും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂരിൽ വൈദ്യുതാഘാതമേറ്റ് മയിൽ ചത്തു. മണ്ണൂർ ഗണപതിക്കാവ് റോഡിനു സമീപം ഞായറാഴ്ച രാവിലെ 7:30 സംഭവം. സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുകളിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പറന്നപ്പോൾ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റതായിരിക്കാമെന്നാണ് നിഗമനം. സംഭവം അറിഞ്ഞ പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷെഫീഖ് സംഭവസ്ഥലത്തെത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുണ്ടൂരിലെ വനം വകുപ്പ് ജീവനക്കാരെത്തിയാണ് മയിലിനെ കൊണ്ടുപോയത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഗണപതിക്കാവ് പൊട്ടുപാറ റോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഏകദേശം രാവിലെ ഒരു 7:30 കൂടി വലിയൊരു ശബ്ദം കേട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ദേശീയ പക്ഷിയായ മയിൽ ഈ വൈദ്യുതി പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റ് താഴെ കിടക്കുന്നത് കണ്ടത്. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഈ ഒരു 10 മിനിറ്റ് മുമ്പ് വരെ ജീവൻ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ RRT ഒലവക്കോടുമായി ബന്ധപ്പെട്ടെങ്കിലും അവർ മുണ്ടൂർ ഭാഗത്ത് ആന ഇറങ്ങിയതിലുള്ള എന്തൊക്കെയോ കാരണങ്ങളാൽ അവരോട് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഉടൻ തന്നെ അവർ മുണ്ടൂരിലെ ഓഫീസിലോട്ട് വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ ഉടൻ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ പക്ഷി മരിച്ച നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി അധികൃതരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശമംഗലത്ത് വയോധികൻ വെട്ടേറ്റു മരിച്ചു. കൊല്ലപ്പെട്ടത് വാളേരിപ്പടി വീട്ടിൽ അയ്യപ്പൻ. സംഭവത്തിൽ പേരക്കുട്ടി 28 വയസ്സുള്ള രാഹുൽ പോലീസ് കസ്റ്റഡിയിൽ. രാഹുൽ മാനസികാസ്വാസ്ഥ്യമുള്ള വ്യക്തിയെന്ന് പോലീസ്. ഭാരതപ്പുഴയിലെ വാണിയംകുളം മാന്നന്നൂർ ഉരുക്ക് തടയണ പുനർനിർമ്മാണം അടുത്ത മഴക്കാലത്തിന് മുൻപ് പൂർത്തിയാക്കുമെന്ന് പി മമ്മിക്കുട്ടി MLA. നിർമ്മാണം പൂർത്തിയാക്കാൻ കൂടുതൽ തുക ആവശ്യമായി വന്നാൽ ഫണ്ട് കണ്ടെത്താൻ ഇടപെടൽ നടത്തും. ജനപ്രതിനിധികളും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. വയനാട് ദുരന്തബാധിതർക്ക് ഒറ്റപ്പാലം നഗരസഭയുടെ കൈത്താങ്ങ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 25 ലക്ഷം രൂപ ജില്ലാ കളക്ടർക്ക് കൈമാറി. വയനാട് ദുരന്തബാധിതരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണയുമായി ആനപ്രേമികളും. പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് ഭക്തിസാന്ദ്രമായി ഗുരുവായൂരിൽ ഇല്ലം നിറ ചടങ്ങുകൾ നടന്നത് രാവിലെ 6:18 മുതൽ 7:54 വരെയുള്ള മുഹൂർത്തത്തിൽ. പൂജിച്ച കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. ഗുരുവായൂരിൽ തൃപ്പുത്തരി ഓഗസ്റ്റ് 28-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.